ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കർഷകർക്ക് ഒത്തിരി ഹെൽപ്പാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മൾ കൊച്ചുങ്ങൾക്ക് തൊട്ട് പ്രായം ആയവർക്ക് വരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് കപ്പ. കപ്പ കൊണ്ടുള്ള എല്ലാ വെറൈറ്റിയും എല്ലാവരും രണ്ട് കൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരിനം കപ്പയുണ്ട്, അതിപ്പോൾ എങ്ങും കാണാനില്ല. അതിൻ്റെ വിശേഷം പറയാനാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. ആ കപ്പയുടെ പേരാണ് കാന്താരിപ്പടപ്പൻ. നമ്മുടെ മുതിർന്ന കർഷകർക്കൊക്കെ ചിലപ്പം ഈ കപ്പയെപ്പറ്റി അറിയാമായിരിക്കും. പക്ഷേ ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ നല്ല കൃഷിക്കാരാണ് ഇവിടെ ഉള്ളവരെല്ലാം. കപ്പയുടെ നല്ല വിശാലമായ കൃഷി ഇവിടെ ഉണ്ട്. പക്ഷേ അവിടെ ഈ കാന്താരിപ്പടപ്പം കപ്പ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ തിരക്കിയപ്പോഴും ആർക്കും അതേപ്പറ്റി അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അത് ഞാനിവിടെ എടുത്തിരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ കാന്താരിപ്പടപ്പം കപ്പ മൂട് പിടിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാണ് കാന്താരിപ്പടപ്പം കപ്പ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് കാറ്റിനെ അതിജീവിക്കുന്ന കപ്പയാണെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൃഷിനാശം സംഭവിക്കുന്നത് കാറ്റ് കാരണമാണ്. നമ്മളിവിടെ കപ്പ വെച്ച് മൂട് പിടിപ്പിച്ച് വലുതായാലും മൂടോടെ പുഴുതു പോകും. പക്ഷേ ഈ സാധനം പുഴുതു പോകത്തില്ല. കാന്താരിച്ചീനി നിൽക്കുന്ന പോലെ പടന്നാണ് ഇത് നിൽക്കുന്നത്. ഇതൊരിക്കലും പുഴുതു വീഴത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു മൂട്ടിൽ നിന്ന് ഏറ്റവും കുറഞ്ഞതൊരു 8-9 കിലോ കപ്പയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് 10 മാസം കഴിഞ്ഞിട്ടേ ഇതിൻ്റെ മൂട് പുഴുതെടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ള കപ്പ 6 മാസം ആകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും, വിളവെടുക്കാൻ പറ്റും. പക്ഷേ ഇത് 10 മാസം എടുക്കും. പണ്ടത്തെ കാലത്ത് അപ്പൂപ്പന്മാരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന കപ്പയാണിത്. ഇത് എൻ്റെ ചാച്ചനാണ്. എൻ്റെ ചാച്ചൻ ഇപ്പോൾ 76 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ചാച്ചൻ ഇതിൻ്റെ ഈ മൂട് ഇതുവരെ കളയാതെ സൂക്ഷിച്ച് പറമ്പിൽ സ്വന്തമായിട്ട് ബൈപ്പാസൊക്കെ കഴിഞ്ഞ ആളാണ്. എന്നാലും ഇത് വിട്ട് കളഞ്ഞിട്ടില്ല. ഇതിൻ്റെ നല്ലൊരു കൃഷി തന്നെ എൻ്റെ ചാച്ചൻ അവിടെ ഉണ്ട്. ഇപ്പോൾ ഞാനും പറഞ്ഞേക്കും എനിക്ക് കൊറിയറെങ്കിലും ചെയ്ത് തരണം, ഇതിൻ്റെ ഒരു കമ്പെങ്കിലും നമുക്കിവിടെ നമ്മുടെ നാട്ടിലും ഇത് ഇറക്കാൻ വേണ്ടി കൊറിയർ തരണമെന്ന് ഞാൻ പറഞ്ഞേക്കുക. ഈ കപ്പ വറ്റലുണക്കാനും അതുപോലെ പുഴുങ്ങി തിന്നാനും എല്ലാം ബെസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാച്ചൻ പറഞ്ഞേക്കുവാണ് എല്ലാ കർഷകരിലും ഇത് എത്തിക്കണം എന്നുള്ളത്. നമ്മുടെ ഈ കാലാവസ്ഥയെ അതിജീവിക്കുന്ന നമ്മുടെ ഈ കാന്താരിപ്പടപ്പൻ നമ്മുടെ എല്ലാ കൃഷിയിടങ്ങളിലും വെച്ച് പിടിപ്പിക്കണം. നമുക്ക് നല്ല വിളവ് കിട്ടും. അതുപോലെ സ്വാദിഷ്ടമായ കപ്പ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ ഒരു ഇൻഫർമേഷനും എനിക്ക് പാസ് ചെയ്യാനുണ്ട്. ഇത് ഷുഗർ പേഷ്യൻസിന് കഴിക്കുന്ന ഒരെണ്ണം കപ്പയാണ്. ഇതിൻ്റെ മൂട്ടിൽ വിളവെടുക്കുമ്പോൾ അത് നമ്മളെ ഇത്തിരി സങ്കടപ്പെടുത്തും. കാരണം ഒരു 4 കിലോ മാക്സിമം അത്രേ കിഴങ്ങി ഇതിൻ്റെ മൂട്ടിൽ കാണത്തുള്ളൂ. പക്ഷേ ഇത് ഷുഗർ പേഷ്യൻസിന് ബെസ്റ്റാണ്. ഇതിൻ്റെ 100 കുറവായതുകൊണ്ട് അവർക്കത് കഴിച്ചാൽ വേറെ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതിൻ്റെ ഇലകൾ ഇപ്പോൾ വ്യത്യസ്തമാണ്. കപ്പ ഇലയാന്ന് പറയത്തില്ല. കണ്ടോ, ഇതിൻ്റെ ഇലയൊക്കെ ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ മൂട് അത്യാവശ്യമുള്ളവർക്കൊക്കെ ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബൈ.